പാതിരാത്രിക്ക് ഈ പെട്ടിയും കിടക്കെടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ പറയാം. ആദ്യം നമുക്ക് പാറക്കുട്ടിയെ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നേരെ പോയി ഒരു 100-150 മീറ്റർ അങ്ങോട്ട് പോയതേ ഉള്ളൂ കേസ്. അപ്പോഴത്തേനും മഴയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉറച്ച് പെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ റോഡിൻ്റെ സൈഡിൽ കുറേ നേരം പോസ്റ്റായി, ഉടുപ്പൊക്കെ നനഞ്ഞിനി ഞാൻ അതുവരെ എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴത്തേന് റോഡിൻ്റെ അരികിന് എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു കൊച്ച് ഭയങ്കര ഡാൻസ്. എനിക്കിങ്ങനെ റോഡിൽ ഈ ആർച്ച് വെച്ച് ലൈറ്റ് ഇട്ടേക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തേ. എന്നിട്ട് ഞാൻ നേരെ പാറക്കുട്ടിക്ക് കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. മാങ്ങയുടെ ആളാണല്ലോ. എന്നിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി പാറക്കുട്ടിയെ കണ്ടു. ചെന്ന പാടെ എല്ലാവരും ചീട്ട് കളിക്കുകയായിരുന്നു. പിന്നെ ആദ്യക്കുട്ടൻ്റെ കൂടെ കുറച്ച് നേരം കണ്ട അവിടെ നിന്ന് കളിച്ചു. എന്നിട്ട് പാറക്കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയനുണ്ടല്ലോ ഒരു ഏർമാടം ഉണ്ടാക്കി കൊടുത്തേക്കാണ് നെല്ലിമരത്തിൽ. അപ്പോൾ അതിലാണ് കയറിയിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റൂല. പക്ഷെ അടിപൊളി വൈബായിട്ട് അതിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടാ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോട്ടാണ്. എൻ്റെ വീടെന്ന് പറയുമ്പോൾ വിതിരയിലുള്ള എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. എനിക്കെന്തോ ഇന്ന് രാത്രി അവിടെ കിടന്ന് ഉറങ്ങണമെന്നൊരാഗ്രഹം. എനിക്ക് ടെറസിൻ്റെ മണ്ടയിൽ കിടന്ന് ഉറങ്ങണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ ചീറ്റിപ്പോയി ഗൈസ്. ടെറസിൻ്റെ മുകളിൽ മൊത്തം മഴ പെയ്ത് നനഞ്ഞ് കിടക്കായിരുന്നു. പിന്നെ തറയിൽ പായം വിരിച്ചത് ഇങ്ങനെ കിടന്ന് അച്ഛൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ടാ. എന്നിട്ട് എന്തോ സംഭവം സാധിച്ച മട്ടിലാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റത്. എന്നിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ മലബാറിൽ കയറി നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫ് ഫ്രൈ ആണ് പറഞ്ഞത്. പക്ഷെ ഫ്രൈ ആയില്ല, രാവിലെ ആയിരുന്നു. അപ്പോൾ റോസ്റ്റാണ് കിട്ടിയത്. എന്നാലും ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടാ. അപ്പോൾ എനിക്കിതുപോലെ ചില വട്ടുകളൊക്കെ ഉണ്ട് കേട്ടാ. എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ അതങ്ങ് ചെയ്യണമെന്നാണ്. മറ്റാർക്കും ദോഷം വരാത്ത കാര്യമാണെങ്കിൽ കേട്ടോ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അത് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നാളെ കണ്ണ് തുറക്കുമ്പോൾ ജീവനുണ്ടോ ഇല്ലയെന്ന് നമുക്ക് പോലും അറിയില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ കുട്ടി കുട്ടി ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങളും അതൊക്കെ അങ്ങ് സാധിച്ചോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.